തിരുവനന്തപുരം മുതലപ്പൊഴി അഴിമുഖത്തെ തുടർച്ചയായ അപകട കാരണം പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. പൂനെ സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനിലെ വിദഗ്ധ സംഘമാണ് പഠനം നടത്തിയത്. സംസ്ഥാന ഹാർബർ വകുപ്പിന്റെ സഹകരണത്തോടെ CWPRS ശാസ്ത്രജ്ഞരായ ജിതേന്ദ്ര എ ഷിംബി, എ സോനാവാൻ, ഡോക്ടർ AK സിംഗ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. കടലിലെ ഒഴുക്ക്, വേലിയേറ്റം, വേലിയിറക്ക വ്യത്യാസം, കടലിലെ അടിത്തട്ടിലെ മണ്ണ് പരിശോധന, തിരമാലകളുടെ ദിശ, ശക്തി, പ്രവാഹത്തിന്റെ തീവ്രത, ഒഴുക്കിന്റെ ദിശ, കാറ്റിന്റെ ദിശയും തീവ്രതയും, പുലിമുട്ടുകളുടെ ഇരുവശത്തുമുള്ള ആഴവും അഴിമുഖത്തെ ആഴവും തുടങ്ങിയവയുടെ പരിശോധനയും പഠനവുമാണ് നടത്തിയത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൺസൂൺ കാലയളവിലാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നത്. അഴിമുഖ പ്രവേശന കവാടത്തിൽ മണൽ അടിഞ്ഞുകൂടുന്നതാണ് അപകടങ്ങൾക്കിടയാകുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 1 വർഷം നീണ്ടുനിന്ന വിദഗ്ധ പഠനം 3 ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കിയത്. നിർമ്മാണ ഘട്ടത്തിൽ അശാസ്ത്രീയത കണ്ടെത്തിയതിനെ തുടർന്ന് വിവിധ ഘട്ടങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. എന്നാൽ മത്സ്യബന്ധന വള്ളങ്ങൾ മറിഞ്ഞ് നിരവധി അപകടങ്ങളും മരണങ്ങളും പിന്നെയും തുടരുകയായിരുന്നു. ഇതോടെയാണ് അപകട കാരണം പഠിക്കാൻ ഹാർബർ ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പഠനത്തിനായി 50 ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ സർക്കാർ ഉടൻ പുറത്തുവിടുമെന്നാണ് വിവരം. പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് 2024 പദ്ധതി നടപ്പിലാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുതലപ്പൊഴി ഒരു വല്ലാത്ത പ്രശ്നമാണ്. നിയമസഭയിൽ വന്ന് കയറുമ്പോൾ മുതൽ മാത്രമല്ല, അതിനു മുമ്പും ഞങ്ങളൊക്കെ പത്രങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തതാണ്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് ഞാനും ശ്രീ സജി ചെറിയാൻ, കേരളത്തിൻ്റെ ആദരണീയനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കൂടി നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ വിളി വരുന്നത് അവർ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്നും 19-ാം തീയതി വൈകിട്ട് അതിൻ്റെ ഒരു ഘട്ടം അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. അതിനിയും എന്ത് നടപടിയാണ് എന്ന് മുതലപ്പൊഴി എന്ന് കേട്ടപ്പോൾ ഞാൻ ശ്രീ സജി ചെറിയാനോട് ചോദിച്ചു, എന്താണ് അടുത്ത നടപടി എന്ന് ചോദിച്ചു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പലതവണ ഈ കേന്ദ്ര സ്ഥാപനത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ അടക്കം അയച്ചിട്ടാണ് ഇനി ആ തുറമുഖത്ത് ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരു തൊഴിലാളിക്ക് പോലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിൽ മുതലപ്പൊഴിയിലെ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് ഒരപകടവും ഉണ്ടാവാത്ത തരത്തിൽ വേണ്ട ഇടപെടൽ നടത്താൻ അവർ തന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ട് ആ പ്രദേശത്തെ ഈ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളുമായി കൂടി ചർച്ച ചെയ്ത് 2024 പൂർണ്ണമായി നടപ്പിലാക്കും എന്നാണ് ആ മന്ത്രി അവിടെ വെച്ച് പറഞ്ഞത്. തലസ്ഥാന വാർത്തകൾ പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു. നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹാരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ. അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി, കിളിമാനൂർ റോഡ്, ആലംകോട്. അഫ അലൂമിനിയം സെന്റർ, കണ്ണൻകോട്, നിലമേൽ. അറേബ്യൻ ഫാഷൻ ജ്വല്ലറി, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.